നമ്മൾ ഇന്ന് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ നെക്സ്റ്റ് പോർഷൻ, അതായത് നമ്മൾ യൂണിറ്റ് 1ഉം 2ഉം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ നമുക്ക് 3, 4, 5 പിന്നെയുള്ള 3 യൂണിറ്റ്സ് കൂടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 3 മൊഡ്യൂൾസ് കൂടെ ഡിസ്കസ് ചെയ്യണം. അപ്പൊ അതില് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇട്ട എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ടൈം നമുക്ക് കിട്ടിയില്ലല്ലോ. ഇന്ന് അതിന്റെ ബാക്കി ചോദ്യങ്ങളും കൂടെ ഒന്ന് നമുക്ക് നോക്കി പോകാമേ. എന്നിട്ട് നമ്മുടെ കമ്പനി അക്കൗണ്ട്സിൽ നിന്നും അതേപോലെ തന്നെ അമാൽഗമേഷൻ, മെർജർ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഈ ഏരിയയിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ കൂടുതലായിട്ടും നോക്കുന്നത് കമ്പനി അക്കൗണ്ട്സ്. അവിടെ ഷെയർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതേപോലെ ഗുഡ്വില്ല്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഷുവറായിട്ടും ചോദ്യം ചോദിക്കുന്നതാണ്. ദെൻ അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇത്രയും ഏരിയാസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ മൊഡ്യൂൾ, ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് പഠിച്ചോ? ആര്യ യൂണിറ്റ് പഠിച്ചിരുന്നോ? ആയിട്ടില്ല. ഓക്കെ. നമ്മൾ പ്രീവിയസ് ഇയറിലെ ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്പനി അക്കൗണ്ട്സിൽ നിന്നൊക്കെ ഷുവർ ആയിട്ടും ചോദ്യം വരും. അതേപോലെ ആ ഗുഡ്വില്ല്, പിന്നെ ഒരു 100% ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ചോദ്യമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ASO, അതേപോലെ IndASO, IFRSO, ഇത് ഏതേലും മാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും. അപ്പൊ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇപ്പൊ തന്നെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് നമ്മൾ ആ സമയത്ത് പഠിക്കാനിരുന്നാൽ ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല. കാരണം AS പഠിക്കണം, IndAS പഠിക്കണം, IFRS പഠിക്കണം, അതേപോലെ IAS ചോദിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പൊ ഇത് ഇത്രയും കൂടെ നമുക്ക് പഠിച്ചു വെക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പൊ മാക്സിമം പറ്റുന്നത്രയും പഠിക്കുക. ഒരു പേപ്പറിലേക്ക് നമ്മൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളും IFRSകളും എല്ലാം ആ നമ്പറിങ് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ച് ഡെയിലി അതൊന്ന് വായിച്ച് പോയി കഴിഞ്ഞാൽ എക്സാം ആകുമ്പോഴേക്കും നമുക്കതൊന്ന് തറവാകും. അതിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. അത് മാച്ച് ദി ഫോളോയിങ് ആയിട്ടോ എങ്ങനെയെങ്കിലും ഒരു ചോദ്യം ഷുവറായിട്ടും ചോദിക്കും. എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്നാ അങ്ങ് ചോദ്യത്തിലേക്ക് പോയാലോ? ബാക്കിയുള്ളവര് വഴിയെ ജോയിൻ ചെയ്യട്ടെ. ഓക്കെ, ഇത് നമ്മുടെ നേരത്തെ കഴിഞ്ഞ ദിവസത്തിന്റെ ബാലൻസ് ചോദ്യങ്ങളാണ്. നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ക്യാപിറ്റൽ ഐറ്റംസ് ഫോർ എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ക്യാപിറ്റൽ ഐറ്റംസ് ആയിട്ട് വരുന്നത് ഇതിൽ ഏതൊക്കെയാണ്? ഡൊണേഷൻ റിസീവ്ഡ് ഫോർ ബിൽഡിംഗ്, ലെഗസി, സബ്സ്ക്രിപ്ഷൻ അരിയർ റിലേറ്റിംഗ് ടു ലാസ്റ്റ് ഇയർ, റെന്റ് പെയ്ഡ്, എൻട്രി ഫീ ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ ബൈ പോളിസി. ഏതൊക്കെ വരും? ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്തേ. BCE ഓപ്ഷൻ 3 ആണോ വരുന്നേ? ബിയും സിയും ഇയും ക്യാപിറ്റൽ ഐറ്റംസ് ആണ്. ക്യാപിറ്റൽ ഐറ്റം നമ്മൾ എപ്പോഴും റവന്യൂ ഐറ്റംസും ക്യാപിറ്റൽ ഐറ്റംസും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കത്തില്ലേ? ഇപ്പം റവന്യൂ എക്സ്പെൻഡിച്ചറുകളും റവന്യൂ റെസിപ്റ്റുകളും നമ്മൾ പഠിക്കും. ഈ റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസിപ്റ്റിന്റെയും പ്രത്യേകത എന്താ? നമുക്ക് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കിട്ടുന്നതും നമ്മൾ കൊടുക്കുന്നതുമാണ് റവന്യൂ ഐറ്റംസ്. ഇപ്പോ റെന്റ്, സാലറി, അല്ലെങ്കിൽ സെയിൽസ്, കമ്മീഷൻ, ഇതൊക്കെ റവന്യൂ ആ. നമുക്ക് റെക്കറിങ് ആ. എപ്പോഴും നമുക്ക് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസുകളും എപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസുകളാണ്. അതേപോലെ എപ്പോഴും കിട്ടുന്ന ഇൻകംസ് ആണ്. ഇതാണ് റവന്യൂ ഐറ്റംസ്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ വൺ ടൈം ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ ക്യാപിറ്റൽ റെസിപ്റ്റുകളും ക്യാപിറ്റൽ പേയ്മെന്റുകളും. ഇപ്പൊ നമ്മളൊരു അസറ്റ്, ഒരു മെഷീനറി വാങ്ങി, അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്.
മെഷീനറി നമ്മൾ എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നില്ല. ഈ മെഷീനറി നമ്മൾ വാങ്ങുന്നതും ഒരുപാട് കാലത്തേക്കായിരിക്കും, ഒരു വർഷം മാത്രം യൂസ് ചെയ്യാനല്ല, ഒന്നിലധികം വർഷം ഉപയോഗിക്കാൻ വാങ്ങുന്നതാ. ഈ മെഷീനറി വാങ്ങുന്നത് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. എന്നാൽ നമ്മൾ റെന്റ് കൊടുത്തു, ബിൽഡിങ്ങിന്റെ റെന്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ എല്ലാ മാസവും റെന്റ് കൊടുക്കണ്ടേ? അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. നമ്മളിപ്പോ റെന്റ് കൊടുക്കുന്നത് കാലാകാലങ്ങളിലേക്കും അല്ല, ഇത് ഒരു വൺ ടൈം ആയിട്ട് കൊടുക്കുന്നതല്ല, എല്ലാ മാസവും റെന്റ് കൊടുക്കണം. അതൊരു റവന്യൂ ഐറ്റം ആണ്. ഒരാളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ, തോമസ്. നോക്കിക്കേ, ഈ ഒരു ചോദ്യം ഒന്ന് ആൻസർ ചെയ്തേ. ക്യാപിറ്റൽ ഐറ്റം, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ക്യാപിറ്റൽ ഐറ്റം ആയിട്ട് വരുന്നത്. ഇനി ആര്യ ഇനി ഒന്ന് നോക്കിക്കേ, നമ്മൾ ഈ പറഞ്ഞത് വെച്ചിട്ട് ഇനി ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് നോക്കിക്കേ. ഡൊണേഷൻ റിസീവ് ചെയ്തു, ബിൽഡിങ്ങിന് വേണ്ടി ഡൊണേഷൻ കിട്ടി. ഈ ഡൊണേഷൻ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഡൊണേഷൻ ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് അല്ലേ, നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതല്ല. നമ്മുടെ ഈ സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന ക്യാഷ്, സെയിൽസ് എന്ന് പറയുന്നത് ഒരു റവന്യൂ റെസിപ്റ്റ് ആണ്, സാധനങ്ങൾ വിറ്റ് കിട്ടുന്നത്. പക്ഷെ ഡൊണേഷൻ എന്നൊക്കെ പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അതേപോലെ ബി, ലെഗസി. ലെഗസി എന്ന് പറഞ്ഞാൽ എന്താ? ഈ വിൽ പ്രകാരം കിട്ടുന്നതാണ് ലെഗസി. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ സിനിമയിലൊക്കെ, ഒരാൾ അയാളുടെ വിൽപത്രം എഴുതി വെക്കും, അയാളുടെ കാലശേഷം അയാളുടെ പ്രോപ്പർട്ടീസ് മൊത്തം ഈ ഒരു ഓർഫണേജിന് കൊടുക്കും. അതാണ് ലെഗസി. ഇപ്പൊ നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഈ പറയുന്ന ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അപ്പൊ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലേക്ക് വിൽ പ്രകാരം ഓരോരുത്തര് അവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ എഴുതി കൊടുക്കും. അതും ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. എയും ബിയും വരും. പിന്നെ സബ്സ്ക്രിപ്ഷൻ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലേക്ക് സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ അരിയറുകളൊക്കെ കാണുമല്ലോ. നമ്മൾ ഈ ക്ലബുകളൊക്കെ കണ്ടിട്ടില്ലേ, ക്ലബിലൊക്കെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും അവർ സബ്സ്ക്രിപ്ഷൻ ഫീ അടയ്ക്കും. അപ്പൊ അത് ഒരു റവന്യൂ ഐറ്റം ആണ്, ക്യാപിറ്റൽ ഐറ്റം അല്ല. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അവരുടെ റവന്യൂ ഐറ്റം ആണ്. കാരണം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അപ്പൊ അവരുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് തന്നെ ഈ സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും, അല്ലാതെ അവർ സാധനങ്ങളൊന്നും വിൽക്കുന്നില്ലല്ലോ. ക്ലബുകളിലൊക്കെ അവിടെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ കിട്ടുന്ന മാസം മാസമുള്ള സബ്സ്ക്രിപ്ഷൻ ആണ് ക്ലബിന്റെ വരുമാനം. അത് റവന്യൂ ഐറ്റമാണ്, ക്യാപിറ്റൽ ഐറ്റം അല്ല. അതേപോലെ റെന്റ് പെയ്ഡ്, റെന്റ് എന്ന് പറയുന്നത് ഒരു റവന്യൂ ഐറ്റം ആണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ എൻട്രി ഫീ. എൻട്രി ഫീ നമ്മൾ കണ്ടിട്ടില്ലേ, നമുക്കിപ്പം ഈ ക്ലബിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ഒരു ഫീസ് അടയ്ക്കണം, മെമ്പർഷിപ്പ് ഫീ അല്ലെങ്കിൽ എൻട്രി ഫീ എന്നൊക്കെ പറയും. അത് ചില ഓർഗനൈസേഷൻസ് അവരുടെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് കണക്കാക്കും, ചിലർ റവന്യൂ റെസിപ്റ്റ് ആയിട്ട് കണക്കാക്കും. ഇവിടെ നമുക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഓർഗനൈസേഷന്റെ പോളിസി പ്രകാരം എൻട്രി ഫീയെ ക്യാപിറ്റൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ പിന്നെ അതും ക്യാപിറ്റൽ ഐറ്റം ആയിട്ട് വരും അല്ലെ. അപ്പൊ ഇവിടെ എയും ബിയും ഇയും മാത്രമാണ് ക്യാപിറ്റൽ ഐറ്റം ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. വേഗം വേഗം പറഞ്ഞേ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയതാണ്, പറഞ്ഞ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യമാണ്. സ്റ്റേറ്റ്മെന്റ് ആണ്, ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ പീരീഡ് ഓഫ് 1 year. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ എ പെർട്ടിക്കുലർ ഡേറ്റ്. രണ്ടുപേരും ആൻസർ ചെയ്യണേ, തോമസ് ആൻഡ് ആര്യ, രണ്ടുപേരും ആൻസർ ചെയ്യണേ. രണ്ടുപേരും ഒന്ന് പറഞ്ഞേ. തോമസ് ആൻസർ ചെയ്തേ, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, രണ്ടുപേർക്കും സി ആണോ കിട്ടിയേ? യെസ്. നോക്കിക്കേ, ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ 1 year. ബാലൻസ് ഷീറ്റ് നമ്മൾ ഒരു വർഷത്തേക്കിന്
ഒരു പീരീഡ് ഫോർ എ പീരീഡ് ഓഫ് 1 year ആണ്. ബാലൻസ് ഷീറ്റ് ഒരു പീരീഡിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നു. രണ്ടാമത് പറഞ്ഞേക്കുന്നത് എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റില് പ്രിപ്പയർ ചെയ്യുന്നു. ഇത് രണ്ടും തെറ്റല്ലേ? ഇത് രണ്ടും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഇത് നേരെ തിരിച്ചല്ലേ വരുന്നേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാ? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മുകളിൽ എഴുതുന്നത് എങ്ങനെയാ? ബാലൻസ് ഷീറ്റ് ആസ് ഓൺ അല്ലെ? ആസ് ഓൺ എന്നല്ലേ എഴുതുന്നേ? ബാലൻസ് ഷീറ്റ് ആസ് ഓൺ യെസ് 31st March 2025. അപ്പൊ ആസ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഡേറ്റ്, ആ പർട്ടിക്കുലർ ഡേറ്റ് 31st March നമ്മുടെ കയ്യില് എന്തൊക്കെ അസറ്റുകൾ ഉണ്ട്, എന്തൊക്കെ ലൈബിലിറ്റീസ് ഉണ്ട്, അതാണ് ബാലൻസ് ഷീറ്റ്. അതൊരു പർട്ടിക്കുലർ ഡേറ്റിലെ കാര്യങ്ങളാണ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നതോ? പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ നമ്മൾ എങ്ങനെ എഴുതുന്നേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദ ഇയർ എൻഡിങ്. ഫോർ ദ ഇയർ എന്ന് പറയുമ്പോ ആ ഒരു വർഷത്തെ മൊത്തമാണ്, ആ ഒരു പീരീഡിലെ കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു വർഷം മൊത്തം നമുക്കുണ്ടായ ഇൻകംസും എക്സ്പെൻസുകളും ഒക്കെ നമ്മൾ എവിടെ കാണിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസിലും കാണിക്കും. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡേറ്റിലും, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ഒരു പീരീഡ്, നമ്മുടെ ആ ഒരു വർഷത്തെ മൊത്ത കാര്യങ്ങളും ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റല്ലേ? എല്ലാം അറിയാം, ആര്യ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അശ്രദ്ധയാണ് പ്രശ്നം അല്ലേ? അശ്രദ്ധ കൊണ്ടാണ് ഈ തെറ്റിപ്പോകുന്നത്. യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലൈഫ് മെമ്പർഷിപ്പ് ഫീ റിസീവ്ഡ് ബൈ എ ക്ലബ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒരു ക്ലബിന് കിട്ടുന്ന ലൈഫ് മെമ്പർഷിപ്പ് ഫീ സാധാരണ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? രണ്ടുപേരും പറഞ്ഞു, എന്നിട്ട് നമുക്ക് വേഗം ആൻസറുകളിലേക്ക് പോകാം. നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ, കുറച്ചധികം കമ്പനി അക്കൗണ്ട്സും കൂടെ നോക്കാനായിട്ടുണ്ട്. നമുക്ക് വേഗം പോയാൽ ആ ഒരു ഏരിയയും കൂടെ കവർ ചെയ്യാം. ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ. ലൈഫ് മെമ്പർഷിപ്പ് ഫീ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടായിരിക്കും. ഒരു ക്ലബിന് കിട്ടുന്ന ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിരിക്കും. യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിഫറൻസ് ബിറ്റ്വീൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് മെയിൻലി ഡ്യൂ ടു. നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പറയുമല്ലോ. അപ്പൊ ആ ഡിഫറൻസ് എന്താണ്? മെയിൻ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. നമ്മൾ പഠിപ്പിച്ചതല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ ഇത്? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആ ഡിഫറൻസ് തോമസ് കറക്റ്റ് ആട്ടോ. യെസ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ക്യാഷ് ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ക്യാഷ് ബേസിസിലാണ്. ക്യാഷ് കിട്ടിയോ ക്യാഷ് പോയോ, അതായത് നമ്മുടെ ക്യാഷ് ബുക്കിന് തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അക്രൂവൽ ബേസിസ് ആണ്. അതായത് ക്യാഷ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആ ഒരു ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ഡ്യൂ ആയെങ്കിൽ നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യും, നമ്മുടെ P&L അക്കൗണ്ടിനകത്ത് പറയുന്ന കാര്യം. യെസ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. In single entry system, only one aspect of transaction is recorded. Therefore, trial balance cannot be prepared. ഇത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ പറ്റിയുള്ള ചോദ്യമാണ്. സിംഗിൾ എൻട്രിയിൽ ഒരു ട്രാൻസാക്ഷന്റെ ഏതെങ്കിലും ഒരു ആസ്പെക്ട് മാത്രമേ റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാ പറഞ്ഞേക്കുന്നത്. ശരിയാണോ രണ്ടും?
സിംഗിൾ എൻട്രി സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ? സിംഗിൾ എൻട്രി എന്ന് പറയുമ്പോൾ ഈ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, അതായത് വലിയ രീതിയിലുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കാത്ത ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ഈ ഡബിൾ എൻട്രി സിസ്റ്റം ആയിരിക്കത്തില്ല ഫോളോ ചെയ്യുന്നത്. അവര് സിംഗിൾ എൻട്രി ആയിരിക്കും. ഇപ്പൊ നമ്മൾ ചെറിയ കടകള്, ചെറിയ പെട്ടിക്കടകളൊക്കെ കണ്ടിട്ടില്ലേ? അവിടെ സത്യത്തിൽ എങ്ങനെയാ, ഇപ്പം സാധനം വിറ്റെങ്കിൽ വിറ്റ് കിട്ടിയത് പൈസ കിട്ടിയത് മാത്രമായിരിക്കും എഴുതി വെക്കുന്നത്. സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോയി, സ്റ്റോക്ക് കുറഞ്ഞത് അവർ എഴുതി വെക്കത്തില്ല. പൈസ കിട്ടി, 100 രൂപ കിട്ടി, അത് എഴുതി വെക്കും. ഇപ്പൊ ഇന്നത്തെ മൊത്തം കച്ചവടം 5000 രൂപയുടെ കച്ചവടം നടന്നു. അപ്പം പൈസ കിട്ടിയത് മാത്രം എഴുതി വെക്കുന്നു, ഒരാസ്പെക്ട് എഴുതി. ചിലപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് ഇത്ര കുറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതി വെക്കത്തില്ല. അതാണ് സിംഗിൾ എൻട്രി. ഏതെങ്കിലും ഒരു ആസ്പെക്ട് മാത്രമേ എഴുതുള്ളൂ. അപ്പൊ ഒരു ആസ്പെക്ട് മാത്രം എഴുതുമ്പോൾ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? ട്രയൽ ബാലൻസിൽ ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്. അപ്പോ ഒരു ആസ്പെക്ട് മാത്രമായിട്ട് എഴുതി വെക്കുമ്പോൾ, അതായത് സിംഗിൾ എൻട്രിയിൽ ട്രയൽ ബാലൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ഇവിടെ ട്രൂ ആണ്. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയതാ. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഇൻക്ലൂഡ് ഓൺലി റവന്യൂ ഐറ്റം. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഇൻക്ലൂഡ് ക്യാപിറ്റൽ ഐറ്റം ഓൾസോ. ഇതിനെ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം? ആര്യയും കൂടെ ആൻസർ ചെയ്യണേ. രണ്ടുപേരും പറയണം കേട്ടോ. രണ്ടുപേരും ഒന്ന് പറഞ്ഞേ. ഇവിടെ എടാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ എപ്പോഴും പറഞ്ഞില്ലേ, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നതാ. അതിന് തുല്യമായിട്ട് നമ്മൾ സാധാരണ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ബുക്ക് ഏതായിരുന്നു? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന് തുല്യമായിട്ട് നമ്മൾ പറയുന്ന ഏതാ? ക്യാഷ് ബുക്കാ. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന് തുല്യം ക്യാഷ് ബുക്കാ. ക്യാഷ് ബുക്കിനകത്ത് റവന്യൂ ഐറ്റം മാത്രമേ എഴുതുള്ളൂ, അതോ ക്യാപിറ്റൽ ഐറ്റവും കൂടെ എഴുതുവോ? എല്ലാം എഴുതത്തില്ലേ? ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? പൈസ കിട്ടിയോ പൈസ പോയോ ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. അത് റവന്യൂ ആയിട്ട് കിട്ടിയാലും ക്യാപിറ്റൽ ആയിട്ട് കിട്ടിയാലും എങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല. ഇപ്പൊ ഒരു മെഷീൻ മേടിച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും, സ്റ്റോക്ക് മേടിച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും. ഇനി മെഷീൻ വിറ്റാലും നമുക്ക് പൈസ കിട്ടും, സാധനങ്ങൾ വിറ്റാലും ഗുഡ്സ് വിറ്റാലും പൈസ കിട്ടും. ഈ മെഷീൻ വിറ്റ് പൈസ കിട്ടുന്നതും ഗുഡ്സ് വിറ്റ് പൈസ കിട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ കയ്യിലുള്ള മെഷീനറി വിറ്റാല് അതൊരു ക്യാപിറ്റൽ റെസിപ്റ്റാ, അത് നമ്മുടെ കോർ ബിസിനസ് ആക്ടിവിറ്റി അല്ല. റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോർ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആ. നമ്മൾ ഗുഡ്സ് വിറ്റ് പൈസ കിട്ടിയാൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റാ. നമ്മുടെ കയ്യിലിരിക്കുന്ന പഴയ ഒരു മെഷീനറി വിറ്റ് പൈസ കിട്ടിയാൽ അത് ഗുഡ്സ് വിറ്റ് പൈസ കിട്ടിയാൽ അത് റവന്യൂ റെസിപ്റ്റും, നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു മെഷീനറി ഇരിപ്പുണ്ട്, അത് വിറ്റ് പൈസ കിട്ടിയാൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റുമാ. പക്ഷെ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ പൈസ കിട്ടുന്നുണ്ടോ പൈസ പോകുന്നുണ്ടോ ഇത് മാത്രം നോക്കിയാൽ മതി. ക്യാപിറ്റൽ ആകട്ടെ റവന്യൂ ആകട്ടെ എല്ലാം വരും. അപ്പൊ നമുക്കിവിടെ 1 തെറ്റാണ്, 2 ട്രൂ ആണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ റവന്യൂ ഐറ്റംസ് മാത്രമല്ല വരുന്നത്, ക്യാപിറ്റൽ ഐറ്റവും ഇൻക്ലൂഡ് ചെയ്യും. സോ ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് എന്ന് കാണുമ്പോൾ ജസ്റ്റ് ക്യാഷ് ബുക്കിനെ ചിന്തിച്ചാൽ മതി, ക്യാഷ് ബുക്കിനെ ഓർത്താൽ മതി. ക്യാഷ് ബുക്കിനകത്ത് എല്ലാം നമ്മൾ എഴുതുമല്ലോ, അതിനകത്ത് ക്യാഷ് കിട്ടിയോ ക്യാഷ് പോയോ ഇത് നമ്മൾ എഴുതും, അത് റവന്യൂ ആയാലും ക്യാപിറ്റൽ ആയാലും. ഓക്കെ, ഇതൊന്ന് നോക്കിക്കേ. വീണ്ടും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ പറ്റിയാ ചോദിച്ചേക്കുന്നത്. ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ ഐറ്റം. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസ്. നോൺ ക്യാഷ് ഐറ്റം അപ്പിയർ ഇൻ ഇറ്റ്. ഇറ്റ് റെക്കോർഡ് ഓൺലി കറന്റ് ഇയർ ഐറ്റംസ്. ഇതിൽ ഏതൊക്കെ വരും? രണ്ടുപേരും പറയണേ, തോമസും ആര്യയും രണ്ടുപേരും ആൻസർ ചെയ്യണേ.
വേഗം വേഗം പറഞ്ഞോ. ഓക്കെ, ഒരാള് പറഞ്ഞു. ആര്യ, ഇത് രണ്ടുപേരും പറഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. തോമസ് സി 3 ആണോ പറഞ്ഞേ? എ ബി സി ആൻഡ് ഡി. നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ പറ്റിയിട്ട്. ഇപ്പൊ തൊട്ട് മുന്നിലുള്ള ചോദ്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തതല്ലേ. അതൊരു റിയൽ അക്കൗണ്ട് ആണ്, നമുക്കറിയാം. അതൊരു അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്യാഷ് അക്കൗണ്ട് അല്ലേ, അപ്പൊ അത് റിയൽ അക്കൗണ്ട് ആണ്. റവന്യൂവും ക്യാപിറ്റലും വരും. ബിയും ശരിയാ. ഇനി സി പറഞ്ഞ എന്താ? ക്യാഷ് ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എ ബി സി ഉണ്ട്. ഡി വരുമോ? നമ്മൾ പറഞ്ഞില്ലേ നോൺ ക്യാഷ് ഐറ്റംസ് വരുമോ? നമ്മളുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിനകത്ത് ക്യാഷ് ബേസിസിൽ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ നോൺ ക്യാഷ് ഐറ്റംസ് വരുന്നില്ലല്ലോ. ക്യാഷ് അല്ലാതെ കടത്തിനൊരു സാധനം വാങ്ങി, കടത്തിനൊരു സാധനം വാങ്ങിയാൽ പിന്നെ ക്യാഷ് ബുക്കിൽ എഴുതി വെക്കേണ്ട കാര്യമില്ല. കയ്യിൽ നിന്ന് ക്യാഷ് പോയിട്ടുമില്ല, ക്യാഷ് കിട്ടിയിട്ടുമില്ല. ക്യാഷ് പോയോ ക്യാഷ് വന്നോ, അങ്ങനെയാണെങ്കിൽ മാത്രമേ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിൽ എഴുതുള്ളൂ. അപ്പൊ ഇവിടെ നോൺ ക്യാഷ് ഐറ്റംസ്, ക്യാഷ് അല്ലാത്ത ഉള്ള ഐറ്റംസ് ഒന്നും തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് എഴുതത്തില്ല. അതുകൊണ്ടാണ് അത് ക്യാഷ് ബേസിസിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഏരിയയാണ് കേട്ടോ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇത് നിങ്ങൾ ഒന്ന് മാച്ച് ചെയ്തേ. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. AS 2, 3, 6, 10 4 നമുക്കൊന്ന് മാച്ച് ചെയ്യണം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ പഠിച്ചിട്ടില്ലായിരുന്നോ? ഓക്കെ, നോക്കിയിട്ടില്ല. ഓക്കെ, എടാ നോക്കണം കേട്ടോ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഞാൻ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ആൻസർ ബി ആണ് കറക്റ്റ് കേട്ടോ. AS2 എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ് ആ വരുന്നത്. AS2 വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി. പിന്നെ AS6 ഡിപ്രീസിയേഷൻ. ഈ AS6 എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ആയിരുന്നു നേരത്തെ. ഇപ്പം AS6 ഇല്ല, അത് റീപ്ലേസ് ചെയ്തു. കറന്റ്ലി AS6 എടുത്ത് മാറ്റി. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ എടുത്ത് അങ്ങ് മാറ്റി. ഇപ്പൊ ഡിപ്രീസിയേഷന് വേണ്ടി പ്രത്യേകം സ്റ്റാൻഡേർഡ് ഇല്ല, പകരം നമ്മുടെ AS10 ഉണ്ടല്ലോ, AS10നകത്ത് തന്നെ, അതായത് AS10 എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റാ. അതിനെ ഇപ്പൊ പറയുന്നത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറയും, PPE. AS10നെ ഇപ്പൊ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറയും, അതായത് ഫിക്സഡ് അസറ്റിനെ പറ്റി പറയുക. അപ്പൊ AS10 തന്നെയാണ് ഇപ്പം ഡിപ്രീസിയേഷനും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. AS2 എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ് ആണ്. AS2 വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി. AS6 ഡിപ്രീസിയേഷൻ ആയിരുന്നു, ഇപ്പൊ AS6 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് തന്നെ ഇല്ല, പകരം ഡിപ്രീസിയേഷനും കൂടെ AS10നകത്ത് അങ്ങ് ഉൾക്കൊള്ളിച്ചു. AS10 എന്ന് പറയുന്നത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറയാം. ദെൻ AS3 എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കേട്ടോ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. എ മെത്തേഡ് കോമൺലി യൂസ് ടു വാല്യൂ ഗുഡ്വിൽ ഇൻ എ ബിസിനസ് അക്വിസിഷൻ. ബിസിനസ് അക്വിസിഷൻ ഒക്കെ നടക്കത്തില്ലേ, നമ്മള് അമാൽഗമേഷനും അക്വിസിഷനും ഒക്കെ പഠിക്കത്തില്ലേ? ഇപ്പൊ ബിസിനസ് അക്വിസിഷൻ നടക്കുമ്പോ ഗുഡ്വില്ല് വാല്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതിൽ ഏതാ? ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ,
എക്സസ് ഏർണിംഗ്സ് മെത്തേഡ്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, ഇതിലേതാണ്? ഇവിടെ നമുക്ക് ഈ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതേപോലെ CAPM, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത് ഇവിടെ വരുന്നതാണോ? ഡിപ്രീസിയേഷനിൽ വരുന്നതാണോ? സോറി, ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഗുഡ് വില്ലിന്റെ കേസിൽ കമ്പനി അക്കൗണ്ട്സിൽ വരുന്നതേ അല്ല. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഇക്വിറ്റി വാല്യുവേഷൻ ആണ്. അതായത് നമ്മൾ ബിസിനസ് ഫിനാൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു മൊഡ്യൂൾ പഠിക്കാനില്ലേ? ബിസിനസ് ഫൈനാൻസ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ നിങ്ങൾക്ക് പഠിക്കാനില്ലേ? ഉണ്ടല്ലോ. ഐ തിങ്ക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് 5ാമത്തെ മൊഡ്യൂളിനകത്ത് വരുന്നതാണ് ഈ ഒരു ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. അത് നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ, ഇക്വിറ്റിയുടെ ഒക്കെ റേറ്റ് ഓഫ് റിട്ടേൺ വാല്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡലാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് മോഡലാണ്. അത് ഇവിടെ വരുന്നതല്ല, നമ്മുടെ അക്കൗണ്ടിങ്ങിൽ വരുന്ന ഈ ഒരു ഗുഡ്വില്ലിന്റെ വാല്യുവേഷനിൽ വരുന്നതല്ല. ഇപ്പൊ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലും ഒക്കെ നമ്മുടെ ഈ റേറ്റ് ഓഫ് റിട്ടേൺ, നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, നമ്മളിപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയാൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ്. ഇവിടെ എക്സസ് ഏർണിംഗ്സ് മെത്തേഡ് ആണ് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്, എക്സസ് ഏർണിംഗ് മെത്തേഡ്. അതിനെ തന്നെ പറയുന്ന മറ്റൊരു പേരുണ്ട്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയും. അത് കേട്ടിട്ടുണ്ടോ? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് കേട്ടിട്ടില്ലേ? ഒരു തംസ് ഇട്ടേ കേട്ടിട്ടുണ്ടെങ്കിൽ. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് നമ്മൾ പഠിക്കുന്നതല്ലേ? അത് നമ്മളെ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാ. അതിനെ തന്നെയാണ് എക്സസ് ഏർണിംഗ് മെത്തേഡ് എന്ന് പറയും. അപ്പൊ ഈ മെത്തേഡ് ഒന്നുമില്ല, സിമ്പിളാ. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും എക്സസ് ഏർണിംഗ് അല്ലെങ്കിൽ സൂപ്പർ പ്രോഫിറ്റ്. അതായത് ഇപ്പൊ നമ്മുടെ ബിസിനസ്സിൽ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നോർമൽ പ്രോഫിറ്റിന് പുറമേ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് സൂപ്പർ പ്രോഫിറ്റ്. അതായത് ആക്ച്വൽ പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എക്സസ് ആയിട്ടുള്ള ആ ഒരു എമൗണ്ട് ആണ് സൂപ്പർ പ്രോഫിറ്റ്. ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടിയ പ്രോഫിറ്റ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. അത് നിങ്ങൾ അത്രയും ടെക്നിക്കൽ ഒന്നും പോണ്ട, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ് നടത്തുക, നമുക്ക് ഈ വർഷം ഒരു 50,000 രൂപ പ്രോഫിറ്റ് കിട്ടി. നമ്മുടെ ബിസിനസ്സിൽ നിന്ന് 50,000 രൂപ പ്രോഫിറ്റ് കിട്ടി. അതാണ് നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റ്, നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടിയ പ്രോഫിറ്റ്. ഇനി നോർമൽ പ്രോഫിറ്റ് എന്താണെന്നറിയാമോ? നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാല് നമ്മളെ പോലെയുള്ള മറ്റ് ബിസിനസ്സുകളും മാർക്കറ്റിൽ കാണുമല്ലോ. അപ്പൊ ഇതേപോലെയുള്ള മറ്റ് ബിസിനസ്സുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് നമ്മളൊന്ന് നോക്കണം. അപ്പൊ അതാണ് നോർമൽ പ്രോഫിറ്റ്, ഇതേപോലെയുള്ള ബിസിനസ്സിന് ഇപ്പൊ മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ നോക്കിയപ്പോ നമ്മുടെ സെയിം ബിസിനസ് മറ്റ് ഒരു 5-6 പേർക്കുണ്ട്. ഇവർക്കൊക്കെ വർഷം 10,000 രൂപയെ പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ. നമുക്ക് മാത്രം 50,000 രൂപ പ്രോഫിറ്റ് കിട്ടി. അപ്പൊ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ആണ് ആക്ച്വൽ പ്രോഫിറ്റ്. നമ്മളെ പോലെയുള്ള മറ്റ് ബിസിനസ്സുകൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് നോർമൽ പ്രോഫിറ്റ്. അപ്പൊ ഇതേപോലെയുള്ള ഫേമുകൾക്ക് സാധാരണഗതിയിൽ കിട്ടുന്ന പ്രോഫിറ്റ് അതാണ് നോർമൽ പ്രോഫിറ്റ്. അപ്പൊ അവർക്ക് 10,000 കിട്ടുന്നുള്ളൂ, നമുക്ക് 50,000 കിട്ടി. അപ്പൊ നമുക്ക് ആ ഒരു എക്സ്ട്രാ 40,000 കിട്ടിയത് എന്തുകൊണ്ടായിരിക്കും? നമ്മുടെ ഫേമിന്റെ ഗുഡ്വില്ല് കൊണ്ട്. നമുക്ക് അത്രയും നല്ലൊരു സൽപ്പേരുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് ആളുകൾ അത്രയും സാധനങ്ങൾ കൂടുതലായിട്ട് വാങ്ങുന്നത്. അപ്പൊ ആ എക്സസ് ആണ് നമ്മുടെ ഗുഡ്വിൽ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഈ കണ്ടുപിടിക്കുന്നത്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുന്നത്. അതായത് ആക്ച്വൽ പ്രോഫിറ്റ് നോക്കും, നോർമൽ പ്രോഫിറ്റ് നോക്കും. അപ്പൊ ഈ ഒരു എക്സസ് ആയിട്ടുള്ള എമൗണ്ട്, ആ ഒരു ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ ഗുഡ്വില്ല്. അതാണ് ഈ എക്സസ് ഏർണിംഗ്സ് മെത്തേഡ്. ഇങ്ങനെയാണ് നമ്മൾ എക്സസ് ഏർണിംഗ്സ് മെത്തേഡ് വെച്ചിട്ട് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ഡിപ്രീസിയേഷനുകളുടെ പല പല പേരുകളാണ്. ഡിപ്രീസിയേഷൻ പല പേരിൽ നമ്മൾ പറയും. അമോർട്ടൈസേഷൻ, ഡിപ്ലീഷൻ, ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ്, ആനുവിറ്റി, ഇതെല്ലാം ഡിപ്രീസിയേഷനാണ്. ഇത് ഓരോ
ടൈപ്പ് അസറ്റുകൾ അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഡിപ്രീസിയേഷനെ പല പേരുകളിൽ അറിയപ്പെടുന്നത്. അതൊന്ന് മാച്ച് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഫ്രീ ഹോൾഡ് ബിൽഡിംഗ്, മൈൻസ് ആൻഡ് ക്വാറി, ലീസ് ഹോൾഡ് ഇംപ്രൂവ്മെന്റ്, പേറ്റന്റ്. ഇതൊന്ന് നിങ്ങളൊന്ന് വേഗം മാച്ച് ചെയ്തിട്ട് പറഞ്ഞേ. ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഒന്ന് പറയണേ. നിങ്ങൾ മറ്റേ ഇപ്പോഴത്തെ ജൂനിയർ അക്കൗണ്ടന്റിന്റെ ഒക്കെ എക്സാമിന് അപ്ലൈ ചെയ്തവരാണോ PSC? അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്തില്ല. രണ്ടുപേരും അപ്ലൈ ചെയ്തില്ലേ? അതെന്ത് പറ്റി? നിങ്ങൾ അറിഞ്ഞില്ലേ നോട്ടിഫിക്കേഷൻ വന്നത്? ഓക്കെ, നിങ്ങള് അതിന്റെ ഡേറ്റ് കഴിഞ്ഞു. നമുക്ക് ബികോംകാർക്കൊക്കെ നല്ലൊരു അവസരമായിരുന്നല്ലോ. നമ്മൾ I+ന്റെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പഠിക്കുന്നതൊക്കെ നമുക്ക് അതിന് ഉപകാരപ്പെട്ടേനെ. ഓക്കെ, കുഴപ്പമില്ല. ഇനിയും ഇതുപോലെ എക്സാംസ് വരുവാണെങ്കിൽ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, ഇവിടെ ഏതാണ്? നമുക്ക് നോക്കാം, ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഫ്രീ ഹോൾഡ് ബിൽഡിങ്സ്. ഫ്രീ ഹോൾഡ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടാഞ്ചിബിൾ അസറ്റ് അല്ലേ, നമുക്ക് കാണാൻ പറ്റുന്ന അസറ്റുകളാണ് ഈ ബിൽഡിങ്സും മെഷീനറീസും ഒക്കെ. അതിനൊക്കെ നമുക്ക് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡൊക്കെ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്രീഷിയേറ്റ് ചെയ്യാം. പിന്നെ മൈൻസും ക്വാറീസിലും ഒക്കെ ഡിപ്ലീഷൻ മെത്തേഡാ. അതായത് ഈ വേസ്റ്റിംഗ് അസറ്റുകൾ ഉണ്ടല്ലോ, മൈൻസും ക്വാറീസും ഒക്കെ വേസ്റ്റിംഗ് അസറ്റാ. അതായത് ഉപയോഗിക്കും തോറും കുറഞ്ഞു വരുന്ന അസറ്റുകളാണ്. നമുക്ക് ഈ ഖനനം ചെയ്തെടുക്കുന്നതും അതേപോലെ ക്വാറീസിലുമൊക്കെ നമ്മൾ അത് ഉപയോഗിക്കും തോറും അത് കുറഞ്ഞു വരും. അത് ഡിപ്ലീഷൻ മെത്തേഡ് ആയിരിക്കും. നമ്മൾ അവർക്ക് അതിനെ നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഡിപ്ലീഷൻ മെത്തേഡ് വെച്ചിട്ടാണ്. പിന്നെ ലീസ് ഹോൾഡ് ഇംപ്രൂവ്മെന്റുകൾ, നമ്മൾ ഈ ലീസിനൊക്കെ എടുക്കുമ്പോൾ അത് അവിടെ നമ്മൾ ആനുവിറ്റി മെത്തേഡ് ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്. ആനുവിറ്റി മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓരോ വർഷവും നമ്മൾക്ക് ആ ലീസിന് നമ്മളൊരു പ്രോപ്പർട്ടി എടുത്തെങ്കിൽ ഓരോ വർഷവും നമ്മൾ അതിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ വർഷത്തെയും യൂസേജ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണിക്കാം. ഇനി പേറ്റന്റുകൾ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റുകളാണ്. ഇൻടാഞ്ചിബിൾ അസറ്റുകളുടെ ഡിപ്രീസിയേഷനെ നമ്മൾ പറയുന്ന പേരെന്താ? അമോർട്ടൈസേഷൻ എന്ന് പറയാം അല്ലെ. ഇൻടാഞ്ചിബിൾ അസറ്റുകളെ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേര് അമോർട്ടൈസേഷൻ. പേറ്റന്റോ ഗുഡ്വില്ലോ ട്രേഡ് മാർക്കോ ഇതിനെയൊക്കെ നമുക്ക് ഡിപ്രീഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഡിപ്രീസിയേഷൻ എന്നല്ല പറയുന്നത്, അമോർട്ടൈസേഷൻ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിവിഡൻഡ് റെസീപ്റ്റ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റി ഈസ് ടേക്കൺ ഇൻ വിച്ച് ഹെഡ് ഓഫ് ദി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? കമ്പനി അക്കൗണ്ട്സിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ഫ്ലോ നമുക്കൊരു കമ്പനിയിൽ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും പല സോഴ്സിൽ നിന്ന് കിട്ടത്തില്ലേ? ഇപ്പൊ നമ്മളുടെ ഒരു കമ്പനിയിൽ പല രീതിയിൽ നമുക്ക് ക്യാഷ് കിട്ടും, പല വഴികളിലേക്ക് ക്യാഷ് പോവുകയും ചെയ്യും. അപ്പൊ ഇതിനെ ഒന്ന് എന്താ പറയാ, അറേഞ്ച് ചെയ്യാനായിട്ട് കമ്പനിയുടെ ക്യാഷ് ഫ്ലോസിനെ അവര് മൂന്നായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി. ഇങ്ങനെ മൂന്നായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് ഓരോ ഹെഡിന്റെയും അണ്ടറിൽ വരുന്ന ക്യാഷ് ഇൻഫ്ലോയെയും ക്യാഷ് ഔട്ട്ഫ്ലോയെയും അതാത് ഹെഡുകളിൽ എഴുതും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് മൊത്തം എത്ര രൂപ കിട്ടി, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടി എത്ര രൂപ ചെലവായി, അതേപോലെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നമുക്ക് എത്ര ഇൻഫ്ലോ ഉണ്ട്, എത്ര ഔട്ട്ഫ്ലോ ഉണ്ട്, അതേപോലെ ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ നിന്ന് എത്ര ഇൻഫ്ലോ ഉണ്ട്, എത്ര ഔട്ട്ഫ്ലോ ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റും.
ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂടിക്കൊഴഞ്ഞ് ഒറ്റ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കിടന്ന എന്താ പ്രശ്നം? നമ്മുടെ കോർ ബിസിനസ് ഓപ്പറേഷനിൽ നിന്ന് മൊത്തം എത്ര കിട്ടി, എത്ര ചെലവായി എന്നൊന്നും നമുക്ക് എടുത്തറിയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതിനാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ 3ആയിട്ട് നമ്മൾ തിരിക്കുന്നത്. ഇവിടുത്തെ ചോദ്യം എന്താ? ഡിവിഡന്റ് റെസിപ്റ്റ് ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. നമ്മൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡിവിഡന്റ് കിട്ടി. അപ്പൊ അത് ഏത് ആക്ടിവിറ്റി, ഏത് ഹെഡിൽ വരും? ഓപ്പറേറ്റിംഗ് ആണോ, ഇൻവെസ്റ്റിംഗ് ആണോ, ഫൈനാൻസിങ് ആണോ? യെസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ് അല്ലെ. അപ്പൊ അത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റി, ആ ഇൻവെസ്റ്റ്മെന്റ് എന്നത് ക്വസ്റ്റ്യനിൽ കണ്ടത് കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റിംഗ് ആണെന്ന് കിട്ടി. ചിലപ്പോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയത്തില്ല, ഡിവിഡന്റ് റിസീവ്ഡ്. ഒരു കമ്പനിയിൽ ഡിവിഡന്റ് കിട്ടി. സാധാരണ കമ്പനികൾ അങ്ങോട്ടല്ലേ ഡിവിഡന്റ് കൊടുക്കുന്നത്, ഇങ്ങോട്ട് കിട്ടിയെന്ന് പറയുമ്പോ എന്തായിരിക്കും? നമ്മുടെ കമ്പനി മറ്റേതെങ്കിലും കമ്പനികളുടെ ഷെയറുകൾ വാങ്ങി. ഷെയറുകൾ വാങ്ങുമ്പോഴല്ലേ ഡിവിഡന്റ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ കമ്പനി മറ്റേതെങ്കിലും കമ്പനിയുടെ ഷെയറുകൾ വാങ്ങി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡിവിഡന്റ് കിട്ടി. അപ്പൊ നമ്മൾ പോയി മറ്റൊരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുക എന്ന് വെച്ചാൽ അത് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റാ. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നാണ് നമുക്ക് ഡിവിഡന്റ് കിട്ടിയത്. ഇനി ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഡിവിഡന്റ് പെയ്ഡ്, നമ്മുടെ കമ്പനി ഡിവിഡന്റ് കൊടുത്തു, അത് ഏതിൽ വരും? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ഓർ ഫൈനാൻസിങ്, ഏതിൽ വരും എന്ന് പറഞ്ഞേ? ഓപ്പറേറ്റിംഗ് ആണോ, ഇൻവെസ്റ്റിംഗ് ആണോ, ഫൈനാൻസിങ് ആണോ? ഡിവിഡന്റ് പെയ്ഡ് എന്ന് പറഞ്ഞാല് ഒന്ന് ഗസ് ചെയ്തോ? ഡിവിഡന്റ് നമ്മൾ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ അതിന്റെ സോഴ്സ് ചിന്തിച്ചാൽ മതിയേ. നമ്മൾ കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഡിവിഡന്റ് കൊടുക്കുന്ന എപ്പോഴാ? നമ്മൾ പല പല ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ സ്വരുക്കൂട്ടിയതിനു ശേഷമല്ലേ. അതായത് നമ്മുടെ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, അപ്പം പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് നമ്മുടെ കമ്പനിയുടെ ഷെയർ വാങ്ങുന്നു. അപ്പൊ അവര് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആയി. എന്നിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ പ്രോഫിറ്റിന്റെ ഒരു വിഹിതം കൊടുക്കണം. അതാണ് ഡിവിഡന്റ്. അപ്പൊ നമ്മൾ ഡിവിഡന്റ് കൊടുക്കുന്നത് എപ്പോഴാ? നമ്മൾ മറ്റുള്ള ആൾക്കാരെ നിന്ന് പൈസ മേടിച്ച് ഇവിടെ വെച്ചേക്കുക, നമ്മുടെ ക്യാപിറ്റലായിട്ട് നമ്മൾ പൈസ മേടിച്ച് വെച്ചേക്കുവല്ലേ പബ്ലിക്കിന്റെ നിന്ന്, അതിനല്ലേ ഡിവിഡന്റ് കൊടുക്കുന്നേ. അപ്പൊ നമ്മൾ ഈ പൈസ മേടിച്ച് വെച്ചേക്കുന്നത് ഫൈനാൻസിങ് ആക്ടിവിറ്റി ആണ് കേട്ടോ, ഫൈനാൻസിങ് ആക്ടിവിറ്റിയാ. അതായത് നമ്മൾ പൈസ, നമ്മുടെ പൈസ ഇല്ലാത്തപ്പോഴല്ലേ നമ്മൾ ഫിനാൻസ് ഇടുന്നത്. അപ്പൊ ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പൈസ പല സോഴ്സിൽ നിന്നും എടുക്കുന്നു, അതാണ് ഫിനാൻസിങ് ആക്ടിവിറ്റി. അപ്പോ ഷെയർ ഇഷ്യൂ ചെയ്തു, അത് ക്യാഷ് ഇൻഫ്ലോ ആണ്. അവിടെ ക്യാഷ് കിട്ടുമല്ലേ ചെയ്യുന്നേ. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആൾക്കാരുടെ നിന്ന് പൈസ മേടിച്ചു, അപ്പൊ പൈസ കിട്ടി. അപ്പൊ ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ നിന്നുള്ളൊരു ഇൻഫ്ലോ ആയി. ഇനി ഈ ഷെയറിന്റെ ഡിവിഡന്റ് കൊടുത്തു, അപ്പൊ അത് ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ നിന്നുള്ളൊരു ഔട്ട്ഫ്ലോ ആയിട്ട് വരും. നമ്മൾ ലോൺ എടുത്തു, അത് ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലുള്ള ഇൻഫ്ലോ ആണ്. ലോണിന്റെ പലിശ അടച്ചു, അത് ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ നിന്ന് വരുന്ന ഔട്ട്ഫ്ലോ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോർ ബിസിനസ് ഓപ്പറേഷൻസ് ആണ്. അതായത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. സാധനങ്ങൾ വിറ്റു പൈസ കിട്ടി, അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലെ ഇൻഫ്ലോ ആണ്. കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടി, അത് നമ്മുടെ ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലെ ഇൻഫ്ലോ ആണ്. സപ്ലയേഴ്സിന് പൈസ കൊടുത്തു, അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലെ ഔട്ട്ഫ്ലോ വരും. ആളുകൾക്ക് വേജ് കൊടുത്തു, റെന്റ് കൊടുത്തു, ടാക്സ് കൊടുത്തു, ഇതെല്ലാം ഓപ്പറേഷൻസ് ആണ്, നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആണ്. അതിൽ നിന്നുണ്ടാകുന്ന ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും നമ്മൾ അവിടെ എഴുതണം. ഇനി ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യിൽ ഒത്തിരി പൈസ ഉള്ളപ്പോഴല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, നമ്മൾ പല 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 ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക പലതരത്തിൽ. അതായത് കുറച്ച് പൈസ കൊണ്ട് വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഷെയറുകൾ വാങ്ങി, അപ്പൊ അതൊരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള ഔട്ട്ഫ്ലോ ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുക ചെയ്തേ, നമ്മൾ മറ്റിടത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തതാ. ഇനി നമ്മളൊരു മെഷീൻ വാങ്ങി, അതും ഒരു ഇൻവെസ്റ്റ്മെന്റാ. നമ്മുടെ കയ്യിൽ കുറെ പൈസ ഉണ്ട്, നമ്മളൊരു മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു മെഷീൻ വാങ്ങി, അപ്പൊ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്നുള്ള ഔട്ട്ഫ്ലോ ആണ്. പൈസ പോയി, പൈസയാണ് നോക്കേണ്ടത് പോയോ വന്നോ എന്നുള്ളത്. മെഷീൻ വാങ്ങിയപ്പോ പൈസ പോയി, അപ്പൊ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലെ ഔട്ട്ഫ്ലോ. ഇനി ഈ മെഷീൻ വിറ്റു, മെഷീൻ വിൽക്കുന്നതും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്നുള്ള ഇൻഫ്ലോ ആയിട്ട് വരും.
ഓക്കെ, ഇനി ഫൈനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അപ്പൊ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നതും അത് റീപേ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഫൈനാൻസിങ് ആക്ടിവിറ്റി. ഷെയർ ഇഷ്യൂ ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുക, അപ്പോ ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലെ ഇൻഫ്ലോ ആകും. ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്തു, ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലെ ഇൻഫ്ലോ ആകും. ലോൺ എടുത്തു, ഫൈനാൻസിങ് ആക്ടിവിറ്റിയില് ക്യാഷ് ഇൻഫ്ലോ. ലോൺ അടച്ചു, ഏത് വരും? ഫൈനാൻസിങ് ആക്ടിവിറ്റിയില് ക്യാഷ് ഔട്ട്ഫ്ലോ വരും. ഡിവിഡൻഡ് കൊടുത്തു, ഇൻട്രസ്റ്റ് കൊടുത്തു, അതെല്ലാം ഫൈനാൻസിങ് ആക്ടിവിറ്റിയില് ക്യാഷ് ഔട്ട്ഫ്ലോ വരും. അപ്പം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ, കാരണം നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് നോക്കാനായിട്ടുണ്ട്. യെസ്, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. IFRS 2. നിങ്ങൾ IFRS-ഉം AS-ഉം IND-AS-ഉം ഒന്നും പഠിച്ചില്ലെന്നല്ലേ പറഞ്ഞേ? IFRS 2 എന്ന് പറയുന്നത് എന്തുമായിട്ട് ഡീല് ചെയ്യുന്നുണ്ടെന്ന, ഏതാണ് IFRS 2 ഏതാണെന്നാ ചോദ്യം. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, ഞാൻ ഇതിന്റെ ആൻസർ ഞാൻ തന്നെ അങ്ങ് പറയാം. IFRS 2 എന്ന് പറഞ്ഞാൽ ഷെയർ ബേസ്ഡ് പേയ്മെന്റുകളാണ്. ഓപ്ഷൻ ബി ആണ്, ഷെയർ ബേസ്ഡ് പേയ്മെന്റ്സ് ആണ് IFRS 2. ഓക്കെ, ഇത് IAS ആണ്. ഇത് പക്ഷെ അങ്ങനെ എടുത്ത് ചോദിക്കാൻ സാധ്യത കുറവാ, പക്ഷെ ഇത് ചോദിച്ചതാണ് കേട്ടോ. 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ് IAS, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. IAS-നെ കുറച്ചുകൂടി റിഫൈൻ ചെയ്തിട്ടാണ് IFRS വന്നത്. കുറച്ചുകൂടെ പുതുക്കി അയച്ചു പണിഞ്ഞിട്ടൊക്കെയാണ് IFRS വന്നത്. ഇവിടെ IAS 21, 23, 24, 33 ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്യുവാണേ. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. IAS 21 എന്ന് പറഞ്ഞാൽ ഇഫക്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ്. 23 ബോറോയിങ് കോസ്റ്റ്. 24 റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സ്. 33 EPS ഏർണിംഗ് പെർ ഷെയർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. കമ്പനീസിന്റെ ഇൻസോൾവെൻസി ബാങ്ക്രപ്സി ഒക്കെ വരത്തില്ലേ? കമ്പനികള് കടക്കെണിയിലൊക്കെ ആകത്തില്ലേ? അവർക്ക് പൈസ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ കമ്പനിയെ ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കും. ലോ തന്നെ, കോർട്ട് തന്നെ ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കും. അതായത് അവർ പാപ്പരായിട്ടൊക്കെ പ്രഖ്യാപിക്കാറില്ലേ? അപ്പൊ ഈ ഇൻസോൾവെൻസി ബാങ്ക്രപ്സി കോഡ് ഇത് കമ്പനീസിന്റെ വൈൻഡിങ് അപ്പുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കമ്പനി ഈ പറഞ്ഞ ഇൻസോൾവെന്റും ബാങ്ക്രപ്റ്റും ഒക്കെ ആകുന്ന സിറ്റുവേഷനിൽ ഫോളോ ചെയ്യേണ്ട ലോ ആണ്. അപ്പൊ ഇത് ഏത് ഇയറിലാണ് പാസ്സായിട്ടുള്ളത്? ബി ആണോ? ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 ആണ് കേട്ടോ. നമ്മൾ പഠിക്കുന്നത് തന്നെ അങ്ങനെ, ആ പേര് തന്നെ, ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, യെസ്, ഇതും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളാണ് കേട്ടോ. AS ആണ്. ഇത് ഞാനങ്ങ് സ്കിപ്പ് ചെയ്യുവാണ്. ഇതെല്ലാം പ്രീവിയസ് ഇയറിലെ ചോദ്യ പേപ്പറിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് എടുത്തിട്ടതാ. നിങ്ങൾ പോയിട്ട് ഇതെല്ലാം പഠിച്ചോണം. അപ്പൊ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി. AS 9 റവന്യൂ റെക്കഗ്നിഷൻ ആണ്. AS 18 റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സ്. AS 25 ഇന്ററിം ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, ഈ ചോദ്യങ്ങൾ ഇപ്പൊ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ എത്ര ചോദ്യം നമ്മൾ കണ്ടു? ഇതെല്ലാം ഇപ്പൊ ഈ തൊട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് കേട്ടോ. ഇത് നിങ്ങളൊന്ന് ആൻസർ ചെയ്തേ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തിനെയാ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും പഠിക്കുന്നതല്ലേ? യെസ്, ഓപ്ഷൻ സി കറണ്ട് അസറ്റുകളാണ് കേട്ടോ. കറണ്ട് അസറ്റുകളെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്.
കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റീസ് കുറയ്ക്കുമ്പോൾ അതെന്താകും? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേര് പറയും? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം അല്ലെ. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി കുറച്ചാൽ അതിനെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റുകളെയാണ്. ടോട്ടൽ കറണ്ട് അസറ്റ് എത്രയുണ്ടെന്ന് നോക്കുക. ഒരു കമ്പനിയുടെ ടോട്ടൽ കറണ്ട് അസറ്റ്, അതാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ആ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി കുറച്ചിട്ടുള്ളതാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇത് നല്ല ചോദ്യമാണ് കേട്ടോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കമ്പനി അക്കൗണ്ട്സിൽ നിന്ന് ഷുവർ ആയിട്ടും ചോദിക്കും. പ്രീമിയം റിസീവ്ഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ ഷോൾ ബി ട്രാൻസ്ഫർഡ് ടു വിച്ച് അക്കൗണ്ട്? പറഞ്ഞേ, നിങ്ങൾ ഒന്ന് ശ്രമിച്ചേ പറയാനായിട്ട്. അറിയാവുന്നതായിരിക്കുമല്ലോ എല്ലാവർക്കും. അറിയില്ലേലും ഒന്ന് ഗസ് ചെയ്തോ. പ്രീമിയം റിസീവ്ഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രീമിയത്തിനും പാർ വാല്യൂവിനും ഡിസ്കൗണ്ടിനും നമുക്ക് ഇഷ്യൂ ചെയ്യാം അല്ലെ. 3 രീതിയിൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് 10 രൂപയുടെ ഷെയർ 10 രൂപയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്താൽ അതിനെ നമ്മൾ എന്ത് പറയും? പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്തു എന്ന് പറയും. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയറിനെ 15 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തതെങ്കിൽ അത് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. 10 രൂപയുടെ ഷെയറിനെ 8 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തതെങ്കിൽ അത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. ഇവിടെ ചോദിച്ചേക്കുന്നത് പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുമ്പോൾ, അതായത് 10 രൂപയുടെ ഷെയർ 15 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ 5 രൂപയല്ലേ നമുക്ക് അവിടെ കിട്ടിയ പ്രീമിയം. ആ പ്രീമിയം എമൗണ്ടിനെ നമ്മൾ എങ്ങോട്ടേക്ക് കാണിക്കും? ഷെയർ ക്യാപിറ്റലിലേക്ക് കാണിക്കത്തില്ല. എപ്പോഴും ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന അക്കൗണ്ടിൽ ആ ഷെയറിന്റെ ഫേസ് വാല്യൂ മാത്രമേ കാണിക്കുകയുള്ളൂ. അപ്പം പ്രീമിയം ആയിട്ട് കിട്ടിയ 5 രൂപയെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി? എത്രയാണോ നമുക്ക് കിട്ടുന്ന പ്രീമിയം, ആര്യ കറക്റ്റ് ആണ് കേട്ടോ, എത്രയാണോ നമുക്ക് കിട്ടുന്ന പ്രീമിയം അതിനെ നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഷെയറുകള് പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രീമിയം എമൗണ്ട് എത്രയാണോ ആ പ്രീമിയം എമൗണ്ടിനെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്, ഷെയർ ഹോൾഡറുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റത്തില്ല. അയാളുടെ അക്കൗണ്ടിൽ നമ്മൾ ആ ഫേസ് വാല്യൂ മാത്രമേ കാണിക്കൂ. കിട്ടിയ പ്രീമിയം സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ മാറ്റും. എന്നിട്ട് ഒരു കാര്യം കൂടി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് ചോദിക്കാൻ ഒരു സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഈ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്നുള്ളത്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ കിടക്കുന്ന ബാലൻസ്, അതായത് അതിൽ കിടക്കുന്ന ബാലൻസ് ഏതാ? ഈ കിട്ടിയ പ്രീമിയംസ് ആണല്ലോ. പ്രീമിയം കിട്ടുന്നതെല്ലാം കൂടെ നമ്മൾ ഈ ഒരു അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഈ അക്കൗണ്ടിൽ ഇപ്പൊ നമുക്കൊരു 15,000 രൂപ കിടപ്പുണ്ട്. അതായത് നമുക്ക് കിട്ടിയ പ്രീമിയം എല്ലാം കൂടെ പല ആളുകൾക്ക് നമ്മൾ വിൽക്കുമല്ലോ ഷെയറുകൾ. അപ്പൊ അങ്ങനെ കിട്ടിയ പ്രീമിയം എല്ലാം കൂടെ 15,000 രൂപയുണ്ട്. ആ പ്രീമിയം എമൗണ്ട് നമുക്ക് കമ്പനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കൊന്നും എടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ കിടക്കുന്ന ബാലൻസ് ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഒന്ന്, ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാം. ആ 10,000 രൂപ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ബോണസ് ഷെയർ ആയിട്ട് അങ്ങ് കൺവേർട്ട് ചെയ്തിട്ട് ആളുകൾക്ക് കൊടുക്കാം, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. അതേപോലെ പ്രിലിമിനറി എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതായത് കമ്പനി തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടായ എക്സ്പെൻസുകളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ നമുക്ക് എഴുതി തള്ളാം ഈ കിടക്കുന്ന എമൗണ്ട് വെച്ചിട്ട്. അതേപോലെ ഷെയറും ഡിബഞ്ചറും ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ ഡിസ്കൗണ്ടുകൾ റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ റെഡീം ചെയ്യുമല്ലോ, അതായത് കമ്പനി ഷെയറുകൾ തിരിച്ചു വാങ്ങും. ആ സമയത്ത് പ്രീമിയത്തിനാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ അതിന് ആ പ്രീമിയം കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം. അതേപോലെ ബൈബാക്ക് ചെയ്യാം. നമ്മളിപ്പോ പറഞ്ഞ പോലെ സെക്യൂരിറ്റീസ് ആളുകളുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങാനായിട്ട് ഈ കിടക്കുന്ന പൈസ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലെ ബാലൻസുകൾ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തിനൊക്കെയാ നോക്കിക്കേ? ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്, ടു റൈറ്റ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ്, റൈറ്റിംഗ് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്, പ്രീമിയം payable on redemption of preference shares or debentures, then buyback of securities.
ഇത്രയും കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതും ചോദ്യമായിട്ട് വരാം കേട്ടോ. യെസ്. അടുത്ത ചോദ്യം നോക്കിക്കേ. The balance of forfeited share account after reissue of forfeited shares will be transferred to which account? ഇതൊന്ന് ഗസ് ചെയ്യാവോ? അതായത് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഉണ്ടല്ലോ, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. അതെന്താ ഷെയർ ഫോർഫീച്ചർ എന്ന് പറഞ്ഞാല്? ശ്രദ്ധിച്ചോണേ. ഷെയർ ഫോർഫീച്ചർ എന്ന് പറഞ്ഞാല് കമ്പനി തന്നെ ഷെയർ ക്യാൻസൽ ചെയ്യുവാണ്. ഇനി സറണ്ടറും ഫോർഫീച്ചറും ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട രണ്ട് ടേംസ് ആണ്. സറണ്ടർ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാനൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിയായിരുന്നു, എനിക്കിപ്പോ അത് വേണ്ട, ഞാൻ തിരിച്ച് കമ്പനിക്ക് തന്നെ കൊണ്ടുപോയിട്ട് വിൽക്കുന്നു. ഇതാണ് സറണ്ടർ. ഫോർഫീച്ചർ അങ്ങനെയല്ല. സറണ്ടർ എന്ന് പറയുന്നത് വോളണ്ടറി ആയിട്ട് ചെയ്യുന്നതാ. അതായത് ഷെയർ ഹോൾഡർ അയാൾക്ക് വേണ്ടാത്തോണ്ട് തിരിച്ചുകൊണ്ട് കൊടുക്കുന്നതാണ് സറണ്ടർ. ഫോർഫീച്ചർ അങ്ങനെയല്ല. ഫോർഫീച്ചർ കമ്പനിയുടെ സൈഡിൽ നിന്ന് ചെയ്യുന്നതാ. അതായത് ഞാനിപ്പോ ഒരു കമ്പനിയുടെ ഷെയർ ഒക്കെ വാങ്ങി, പക്ഷെ അതിന്റെ ആപ്ലിക്കേഷൻ മണി ഞാൻ കൊടുത്തില്ല. അപ്പൊ ആ കമ്പനി എന്ത് ചെയ്യും? എനിക്ക് തന്ന ഷെയർ തിരിച്ച് ക്യാൻസൽ ചെയ്യും. അതാണ് ഫോർഫീച്ചർ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരാൾ ആപ്ലിക്കേഷൻ മണി കൊടുത്തു, എന്നിട്ട് അതിന്റെ ഫസ്റ്റ് കോൾ അല്ലെങ്കിൽ സെക്കൻഡ് കോൾ മണി കൊടുത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കോൾ മണി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ഇപ്പൊ 10 രൂപയുടെ ഷെയറാ, ഞാൻ വാങ്ങാൻ നേരം 3 രൂപ ആപ്ലിക്കേഷൻ കൊടുത്തു, പിന്നെയുള്ള പൈസ ഒന്നും കൊടുത്തില്ല. അപ്പൊ ഞാൻ 3 രൂപ മാത്രം അവിടെ ആപ്ലിക്കേഷൻ മണി കൊടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കി പൈസ ഒന്നും ഞാൻ കൊടുത്തില്ല. അപ്പം എനിക്ക് തന്ന ഷെയർ കമ്പനി അങ്ങ് ഫോർഫീച്ചർ ചെയ്യും, ക്യാൻസൽ ചെയ്യും. എന്നിട്ട് ഈ ഞാൻ കൊടുത്ത 3 രൂപ ഉണ്ടായിരുന്നല്ലോ, അതെനിക്ക് തിരിച്ചു തരത്തില്ല, അത് റീഫണ്ട് ചെയ്യത്തില്ല. അത് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് മാറ്റും ആ പൈസ. ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് അല്ലെങ്കിൽ ഫോർഫീറ്റഡ് ഷെയർ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഉണ്ട്, ഫോർഫീറ്റഡ് ഷെയർ അക്കൗണ്ട്. ആ അക്കൗണ്ടിലേക്ക് ഇടും. എന്നിട്ട് കമ്പനി എന്ത് ചെയ്യും? ആ ഷെയർ ക്യാൻസൽ ചെയ്തല്ലോ, ഇനി അതിനെ റീ ഇഷ്യൂ ചെയ്യും, മറ്റാർക്കെങ്കിലും ഇഷ്യൂ ചെയ്യും. ആ ഷെയറുകൾ മറ്റാർക്കെങ്കിലും റീ ഇഷ്യൂ ചെയ്യും. ചിലപ്പോൾ അത് ഡിസ്കൗണ്ടിലൊക്കെ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഈ കിടക്കുന്ന അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയും കൂടെ കമ്പനിക്ക് എടുക്കാം. അപ്പൊ ഇങ്ങനെ ഫോർഫീച്ചർ ചെയ്ത ഷെയറുകൾ റീ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ എന്തെങ്കിലും പൈസ കിടക്കുന്നുണ്ടെങ്കിൽ ആ പൈസ ക്യാപിറ്റൽ റിസർവിലേക്കായിരിക്കും മാറ്റുന്നത്. അതായത് അത് ക്യാപിറ്റൽ പ്രോഫിറ്റാ, കമ്പനിയുടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് അതിനെ അങ്ങ് കണക്കാക്കും. ക്യാപിറ്റൽ റിസർവിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരി തെറ്റും? In external reconstruction, a new company is formed to take over the business. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനിൽ നമ്മളൊരു പുതിയ കമ്പനി ഫോം ചെയ്യും, പഴയ കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുമെന്ന് പറയുന്നു. ഇനി അമാൽഗമേഷനിൽ അമാൽഗമേറ്റ് ചെയ്യപ്പെടുന്ന കമ്പനിയെ തന്നെയാണ് വെൻഡർ കമ്പനി എന്നും അറിയപ്പെടുന്നത്. മൂന്നാമത് പറഞ്ഞേക്കുന്നത് എന്താ? ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ആ കമ്പനി വൈൻഡപ്പ് ചെയ്യും. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആണെങ്കിൽ ആ കമ്പനി ആദ്യം വൈൻഡപ്പ് ചെയ്യണം എന്നും പറയുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയാ ശരി? വേഗം ഒന്ന് ആൻസർ ചെയ്യാവോ? നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടെ നോക്കാനുണ്ടായിരുന്നേ. നിങ്ങൾ പെട്ടെന്നൊന്ന് ഗസ് ചെയ്താലും മതി. ആര്യ, തോമസ് എന്ന് പറഞ്ഞോ? ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു ഗസ് കാണുമല്ലോ. ഈ ഒരു ഏരിയ പഠിച്ചില്ലെങ്കിലും മൂന്നും ട്രൂ ആണോ? എ ആണോ? നോക്കിയേ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനിൽ നമ്മൾ പറഞ്ഞ കാര്യം ശരിയാണ്. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി എന്ത് ചെയ്യുന്നു? വൈൻഡ് അപ്പ് ചെയ്തിട്ട് പുതിയൊരു കമ്പനി അതിനെ ടേക്ക് ഓവർ ചെയ്യുന്നു. അതാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. 1 ശരിയാ. 2 ശരിയാ. അമാൽഗമേഷനിൽ അമാൽഗമേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് വെൻഡർ കമ്പനി എന്ന് പറയുന്നത്. ഇപ്പൊ എയും ബിയും
എ ബി എ ഇങ്ങ് എടുക്കുക, എ ബി എ ഇങ്ങ് ഏറ്റെടുക്കുവാണെങ്കിൽ ആ ബി ആണ് വെൻഡർ കമ്പനി. ആരെയാണോ അമാൽഗമേറ്റ് ചെയ്യുന്നത് അവരാണ് വെൻഡർ കമ്പനി. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ കമ്പനി വൈൻഡപ്പ് ചെയ്യത്തില്ല, അതുകൊണ്ടാണ് അതിനെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിക്ക് അകത്തുള്ള കാര്യങ്ങളിൽ അഴിച്ചുപണി നടത്തുക, മൊത്തത്തിൽ വൈൻഡപ്പ് ചെയ്യുന്നില്ല. ഇന്റേണൽ റീകൺസ്ട്രക്ഷനാ, അകത്തുള്ള കാര്യങ്ങളിൽ അഴിച്ചുപണി നടത്തുക. അതായത് അവരുടെ ഷെയർ ക്യാപിറ്റലിൽ മാറ്റങ്ങൾ വരുത്തുന്നു, ചിലപ്പോൾ ഷെയർ ക്യാപിറ്റൽ റിഡക്ഷനോ അങ്ങനെയൊക്കെ നടത്താം. ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അവിടെ കമ്പനിയെ മൊത്തം വൈൻഡപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ 3 തെറ്റാണ്, 1 ഉം 2 ഉം ശരിയാ. ഇനി നമ്മൾ നേരത്തെ കണ്ടതാ, ഇത് നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് ആൻസർ ചെയ്യാൻ പറ്റും. സെക്യൂരിറ്റി പ്രീമിയം must be transferred to the security premium account. Security premium can be used to issue fully paid bonus shares. Security premium can be used for paying dividend. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾ ഇതിൽ ആൻസർ ചെയ്യും. ആരെങ്കിലും ഇതിന് കറക്റ്റ് ആൻസർ പറയുന്നുണ്ടോ നോക്കട്ടെ. ഒരു 2 ചോദ്യം മുന്നേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതല്ലേ, സെക്യൂരിറ്റി പ്രീമിയം ട്രാൻസ്ഫർ ടു ദി സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. പിന്നെ സെക്യൂരിറ്റി പ്രീമിയം നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്? ക്യാൻ ബി യൂസ്ഡ് ടു ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്, പിന്നെ ക്യാൻ ബി യൂസ്ഡ് ഫോർ പേയിങ് ഡിവിഡൻഡ്. തോമസ് കറക്റ്റ് ആൻസർ ചെയ്തു അല്ലേ? യെസ്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്കാണ് പ്രീമിയം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതേപോലെ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റത്തില്ല, നമ്മൾ ആകെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാ പഠിച്ച്. ഡിവിഡൻഡുകൾ കൊടുക്കാനായിട്ട് സെക്യൂരിറ്റി പ്രീമിയത്തിൽ കിടക്കുന്ന ബാലൻസ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. യെസ്, ഓപ്ഷൻ 1 ഉം 2 ഉമേ ഉള്ളൂ ശരിയായിട്ടുള്ള ആൻസേഴ്സ്. ഗുഡ്വിൽ വാല്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ട്രൂ സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് പറയാമോ? സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. പിന്നെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് ഗുഡ്വില്ല് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ ഒരു ഫോർമുല സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ദെൻ ഗുഡ്വിൽ ഈസ് എ ഫിക്ടീഷ്യസ് അസറ്റ്. ഇതൊന്ന് ആൻസർ ചെയ്യാമോ? യെസ്, തോമസ് കറക്റ്റ് ആട്ടോ. ഇവിടെ 1 ഉം 2 ഉം മാത്രമാണ് ശരി. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ ക്ലാസിന്റെ തുടക്കത്തിൽ ഒന്ന് പറഞ്ഞിരുന്നു, ആക്ച്വൽ പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് സൂപ്പർ പ്രോഫിറ്റ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് വെച്ച് ഗുഡ്വില്ല് കണ്ടുപിടിക്കുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. പിന്നെ ഗുഡ്വിൽ ഒരു ഫിക്ടീഷ്യസ് അസറ്റ് അല്ല. ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻഡിച്ചറുകളാണ്. ചില എക്സ്പെൻഡിച്ചറുകളാണ് നമ്മൾ ഫിക്ടീഷ്യസ് അസറ്റ് ആയിട്ട് കണക്കാക്കി വർഷാവർഷം റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അതായത് പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ, ഇതൊക്കെ ഫിക്ടീഷ്യസ് അസറ്റുകളാണ്. ഗുഡ്വിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അമാൽഗമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് പറയേണ്ടത്. നോക്കിക്കേ, ഇൻ അമാൽഗമേഷൻ merging companies are called vendor company. Amalgamation in the nature of merger require pooling of asset and liabilities. Amalgamation necessarily result in formation of a new company. വണ്ണും 2ഉം 3ഉം വരുമോ? ഇവിടെ അമാൽഗമേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. അമാൽഗമേഷനിൽ മെർജ് ചെയ്യുന്ന കമ്പനിയാണ് വെൻഡർ കമ്പനി. ഇൻ ദ നേച്ചർ ഓഫ് മെർജർ 2 രീതിയിൽ അമാൽഗമേഷൻ ഉണ്ട്. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറും ഉണ്ട്,
അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസും ഉണ്ട്. മെർജർ ആണെങ്കിൽ അസറ്റുകൾ നമ്മൾ അസറ്റും ലൈബിലിറ്റിയും പൂള് ചെയ്യും. രണ്ടുപേരുടെയും അസറ്റും ലൈബിലിറ്റിയും നമ്മൾ ഒരുമിക്കും അല്ലെ, ഒരുമിപ്പിക്കും, പൂൾ ചെയ്യും. ഇനി അമാൽഗമേഷൻ എന്ന് പറയുമ്പോൾ ഒരു പുതിയ കമ്പനി ഫോം ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. 1 ഉം 2 മാത്രമേ വരൂ. കാരണം ഇപ്പൊ എയും ബിയും ചേർന്ന് സി ആകാം, അപ്പോഴാണ് പുതിയ കമ്പനി ഫോം ചെയ്യും. ഇനി എ ബി എ ഇങ്ങ് എടുക്കാം, അല്ലെങ്കിൽ എയും ബിയും കൂടെ അല്ലെങ്കിൽ ബി എ എടുക്കാം. അമാൽഗമേറ്റ് ചെയ്യുമ്പോൾ ഒരു കമ്പനി മറ്റൊന്നിനെ ഇങ്ങ് എടുക്കാം, അല്ലെങ്കിൽ രണ്ടുപേരുടെ ചേർന്ന് പുതിയ കമ്പനി ആകാം. എങ്ങനെ വേണമെങ്കിലും ആകാം. യെസ്, ഈ ഒരു ചോദ്യം കൂടെ നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമേ. IASB ഇഷ്യൂ IFRS, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്, അവരാണ് IFRS ഇഷ്യൂ ചെയ്യുന്നത്. IAS ആർ ഓൾഡർ സ്റ്റാൻഡേർഡ് റീപ്ലേസ്ഡ് ഗ്രാജുവലി ബൈ IFRS. അതായത് IAS പഴയ സ്റ്റാൻഡേർഡുകളാണ്, അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് IFRS വന്നിട്ടുള്ളത്. പിന്നെ ഇന്ത്യ ഫോളോ IFRS വിതൗട്ട് എനി മോഡിഫിക്കേഷൻ. ഇന്ത്യ IFRS ഉപയോഗിക്കും, അതായത് ഇന്ത്യ നേരിട്ട് IFRSൽ വേറെ മോഡിഫിക്കേഷൻ ഒന്നും വരുത്താതെ നേരിട്ട് IFRS ഇന്ത്യ യൂസ് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. IFRS എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പൊ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരി? ഒന്ന് പറയാമോ? നിങ്ങള് സ്റ്റാൻഡേർഡുകൾ പഠിച്ചിട്ടില്ല അല്ലെ? സ്റ്റാൻഡേർഡ്സ് പഠിച്ചില്ല. ഓക്കെ, ഫൈൻ. ഇവിടെ 1 ഉം 2 ഉം മാത്രമേ വരുള്ളേ. IASB ആണ് IFRS ഇഷ്യൂ ചെയ്യുന്നത്. അതേപോലെ IAS പഴയ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പഴയ സ്റ്റാൻഡേർഡുകളാണ്, അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് IFRS വന്നിട്ടുള്ളത്. ഇന്ത്യ IFRS നേരിട്ട് അതേപോലെ എടുത്ത് ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ നേരിട്ട് IFRS എടുക്കുന്നതിന് പകരം IFRSനെ കൺവെർജ് ചെയ്തിട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കി. അതാണ് നമ്മുടെ IND AS എന്ന് പറയുന്നത്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. IND AS എന്ന് പറയുന്നത് ഈ IFRS കൺവെർജ് ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡാണ്. IFRS നേരിട്ട് ഇന്ത്യ ഉപയോഗിക്കത്തില്ല, അതിന് പകരം അതിനെ കൺവെർജ് ചെയ്തിട്ട് ഇന്ത്യയുടെ തന്നെ സ്റ്റാൻഡേർഡുകളാണ് IND AS. അപ്പൊ ഇവിടെ 1 ഉം 2 ഉം മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഇനി ഒരു 4 ചോദ്യം കൂടെ ഉണ്ട്, അത് നിങ്ങൾ എന്നാ ഞാൻ നോട്ട്സ് അയച്ചേക്കാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. നമ്മുടെ ടൈം കഴിഞ്ഞല്ലോ. ഓക്കെ, സോ താങ്ക് യു ഓൾ. നമ്മൾ നെക്സ്റ്റ് വീക്ക് ഡിസ്കസ്, ഇപ്പൊ നമ്മൾ മൊഡ്യൂൾ 3 കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീക്ക് നമ്മൾ മൊഡ്യൂൾ 4 ആണ്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റീസെർച്ച് മെത്തേഡ്സ്. അവിടെ മൊഡ്യൂൾ 4ലെ യൂണിറ്റ് 4ലെ മൊഡ്യൂൾ 1 ഉം മൊഡ്യൂൾ 2 ഉം നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ നോക്കിയിട്ട് വരണേ. ക്ലാസ് കുറച്ച് നോക്കിയിട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.